മനു തോമസിന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്ന മനു തോമസിന്റെ ആരോപണത്തിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. ദേവിക, കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് ജയരാജന്റെ മകൻ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് മനു തോമസിന് ഇത്തരത്തിലൊരു വക്കീൽ നോട്ടീസ് ജെയിൻ രാജ് അയക്കുന്നത്. അതായത് വക്കീൽ വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതായത് സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്ന മനു തോമസിന്റെ മറുപടി ആരോപണത്തിനാണ് വക്കീൽ നോട്ടീസ് വന്നിട്ടുള്ളത്. മാത്രമല്ല, തനിക്ക് കൊട്ടേഷ സംഘങ്ങളുമായി ബന്ധമില്ലെന്നും റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായി ബന്ധമില്ലെന്നും ഇത്തരത്തിൽ ജെയിൻ രാജ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറച്ചു ദിവസമായി മനു തോമസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വിഷയം ഇത്തരത്തിൽ ഇങ്ങനെ വലിയ ചൂട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇത്തരത്തിൽ ജയരാജിനെതിരെ മനു തോമസ് പോസ്റ്റ് ഇടുകയും പിന്നീട് അർജുൻ ആയങ്കി അടക്കമുള്ളവർ അത്തരത്തിൽ മനു തോമസിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് ഭീഷണി അടക്കമുണ്ടായിരുന്നു. അതായത് ഒരു വായ അടച്ചു മൂട്ടിക്കെട്ടിക്കും എന്നുള്ള ഭീഷണി അടക്കം ഇത്തരത്തിലുണ്ടായിരുന്നു. അർജുൻ ആയങ്കി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്നാണ് പിന്നീട് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഇന്ന് അല്പം മുമ്പ് മനു തോമസിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SP പ്രത്യേകം വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പറഞ്ഞുകൊണ്ട് മനു തോമസിന്റെ കച്ചവട സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഇത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് മനു തോമസിനെതിരെ ജയരാജന്റെ മകൻ അയക്കുന്നത്. നേരത്തെ തന്നെ ജയരാജന്റെ മകൻ അടക്കം വിദേശത്ത് ഇത്തരത്തിൽ ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ളതടക്കം മനു വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മനു തോമസ് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒരു സ്വകാര്യ ചാനലിനെതിരെയും ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. കക്ഷി ചേർത്തിട്ട് ഈ ഒരു വക്കീൽ നോട്ടീസ് തന്നെ കക്ഷി ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ ചാനലും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ മനു തോമസിന്റെ ഇത്തരത്തിൽ ജയരാജിന്റെ മകന്റെ ജെയിൻ രാജിന്റെ ആരോപണം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായി പക്ഷേ CPM ഇതിനെപ്പറ്റി യാതൊരു വിധത്തിൽ ഒന്നും മിണ്ടിയിട്ടില്ല. മാത്രമല്ല, CPM ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും ആരോപണം വന്നിട്ടും മൗനമാണ് ഇപ്പോഴും CPMന്റെ ഭാഗത്ത് നിന്നുള്ളത്. CPMന്റെ മറ്റു നേതാക്കൾ ആരും പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. ജില്ലാ സെക്രട്ടറി ആദ്യം ഒന്ന് പ്രതികരിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ മനു തോമസുമായി വലിയ യാതൊരു ബന്ധവുമില്ല. മനു തോമസ് തങ്ങൾക്ക് ലെറ്റർ തന്നിരുന്നു. അതിൽ ഇത്തരത്തിൽ കൊട്ടേഷ സംഘങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ സംഘങ്ങളെ കള്ളക്കടത്ത് സംഘങ്ങളെ കുറിച്ചോ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇത്തരത്തിൽ കത്ത് പുറത്തു വന്ന MV ഗോവിന്ദന് മനു തോമസ് അയച്ച കത്ത് പുറത്തു വന്നപ്പോൾ മനു തോമസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ജയരാജൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അത് കുടപിടിച്ചുകൊണ്ട് തന്നെ അർജുൻ ആയങ്കി അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള വലിയ ഈ കോലിളക്കം സൃഷ്ടിക്കുന്ന ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി മനു തോമസും അതുപോലെ തന്നെ ജയരാജനുമൊക്കെ രംഗത്ത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അർജുൻ ആയങ്കി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളതും ഒരു ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുള്ളതും ഒരു സാഹചര്യത്തിലാണ്. എന്തിനാൽ തന്നെയും ഇതുവരെയും CPM ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുവാൻ തയ്യാറായിട്ടില്ല. CPM നേതൃത്വം, ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഇതൊന്ന് വിശദീകരിക്കുവാനോ തയ്യാറായിട്ടില്ല. അതിനിടയ്ക്കാണ് കോൺഗ്രസ്, അതായത് DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ മനു തോമസിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് മനു തോമസിന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററാണ് ജെയിൻ രാജ് എന്ന മനു തോമസിന്റെ ആരോപണത്തിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.